ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതുവിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടുമ്പോഴത്തെ ഒരു സ്കോഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. അത് ഗൈസ് നമ്മുടെ ബെർമുഡ മാപ്പിൽ ഇറങ്ങി തകർത്ത് തൂത്ത് വരുമ്പോൾ ഒരു കിട്ടുമ്പോഴത്തെ ഒരു മാച്ച് ആയിട്ട് അന്നേരം ഗൈസ് 2 ദിവസമായിട്ട് നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഉണ്ടായിരുന്നില്ല. അതിനെന്താണ് ഗൈസ് കുറച്ച് ബിസി ആയിപ്പോയി, ഒന്ന് ക്ഷമിക്കടേ. നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, എന്തായാലും ഗൈസ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കും. ഓക്കെ, എന്തായാലും ഇന്നലത്തെ വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ബ്രോ വീഡിയോ ഇടാത്തത്, ബ്രോ ചത്തുപോയോ, എന്താണ് ബ്രോ ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഈ വഴി പിന്നെ കാണുന്നില്ലോ എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഉണ്ടല്ലോ. ഞാൻ റിപ്ലൈയും കൊടുത്തായിരുന്നു, ബ്രോ ഒന്നും പേടിക്കട്ടെ, നാളെ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ തന്നെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്കോഡ് റാങ്ക് വെച്ച് കളിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എന്റെ റെഗുലർ സ്കോഡിനോട് കളിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പുതിയ കുറച്ച് ആൾക്കാർ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും മാച്ച് കാണുന്ന സമയത്ത് വേറെ ലെവലായിരിക്കും വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അറിയിരിക്കുന്നത് വിമാശക്തി സ്ട്രിപ്പിലേക്കാണ് കേട്ടോ. എന്തായാലും ഓടി വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു ഗണ്ണ് എടുക്കണം. കാര്യം ഗണ്ണ് എടുക്കാതെ എനിമീന് മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ ഏത് കാട്ടുവാഴ ഗണ്ണ് പോലും എടുക്കാതെ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ അവന്മാർ വിചാരിക്കത്തില്ല. എന്തായാലും അവന്മാർ മുമ്പിൽ നാണം കടാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് ഗേസ് പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു എക്സമേറ്റും അതേപോലെ ഗേസ് ഒരു P90 നമ്മുടെ കയ്യിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, കിടക്കാൻ പോലത്തെ ഗണ്ണാണ് എനിക്ക് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം ഏതെടുക്കുന്നത് കേട്ടോ. എന്തായാലും മുമ്പിലേക്ക് പോകുന്ന വഴിക്ക് ഒരു എനിമിനെ കണ്ട് എക്സമേറ്റ് ഒന്ന് ചൊറിഞ്ഞു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും പോകുന്ന വഴിക്ക് ഒരു കില്ല് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നൈസായിട്ട് അടിച്ചു നോക്കിയത്. പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടീമേറ്റ് നല്ല കിട്ടിലും പോലത്തെ വൈപ്പൊക്കെ എടുത്ത് അവിടെയുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മേളിലേക്ക് നോക്കുന്ന സമയത്ത് ആരും ഇല്ല അവിടെ. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയേ. എന്തായാലും കേസ് കുഴപ്പമൊന്നും കേസ് ഇറങ്ങിയ പാടനെ എനിമി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ കുറച്ച് പാടായി. കാര്യം നമുക്ക് വേണ്ട ഗണ്ണ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിമി വരുവാണെങ്കിൽ കുറച്ച് സീനാണ് കേട്ടോ. എന്തായാലും ഇറങ്ങിയായിട്ട് നമ്മളുണ്ടല്ലോ ലൂട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് AC-AT കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ പിന്നെയും നിങ്ങളുടെ ഒരുപാട് സജഷൻസ് കാര്യങ്ങൾ ഞാൻ കാണലുണ്ട്. അതേപോലെ തന്നെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് തന്നെ അതേപോലെ തന്നെ കളിക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു കമന്റിന്റെ ഇടയ്ക്ക് കണ്ട ഒരു കമന്റാണ് AC-AT വെച്ച് കളിക്കാൻ. സോ അതുകൊണ്ട് ആ ഒരു ഗണ്ണും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ഗണ്ണ് വെച്ച് എത്രമാത്രം കില്ലെടുക്കാൻ പറ്റും എനിക്കറിയത്തില്ല. പക്ഷേ കേസ് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൽ സ്ലോട്ടിനകത്ത് ഞാൻ റാഫേലിന്റെ പവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഒരുപാട് കില്ല് വെറുതെ പോകുന്നു കേസ്. ഞാൻ നോക്ക് എടുക്കുന്നുണ്ട്, പക്ഷേ വേറെ എനിമീസ് ഒക്കെ വന്നിട്ട് ഒരു നോക്ക് കിടക്കുന്നില്ല, എന്നാൽ പിന്നെ ഇവിടെ വെച്ച് കാക്കില്ലെങ്കിൽ എടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കില്ല അവന്മാർ വാരി എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. എന്തായാലും അതുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ AC-AT പിടിച്ച് മുമ്പോട്ട് പോകുന്നത്. വരുന്ന വഴിക്ക് തന്നെ ലാൻഡ് മൈൻ ആണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു കോയിന്റെ ആ ഒരു മഞ്ഞ സാധനമല്ലേ കേസ്, ആ ഒരു തൂണ് അതിനകത്തേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കില്ല് കിട്ടി ആർക്കെങ്കിലും വിളിക്കുകയോ ഇല്ലല്ലോ. ഓക്കെ, എന്നാലും താഴെ നോക്കുമ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഒരു സ്കോഡിനെ കണ്ട് അവരുടെ നേരെ അങ്ങ് റഷ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ബ്രോ, ഞാൻ തൊട്ടു പുറകിലുണ്ട്, വരുന്നവരൊക്കെ വാരിപ്പിറക്കി അടിക്കാം, എന്റെ AC-AT കണ്ണുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് കേസ് ഒരുത്തന് 79 ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ആ ഒരു പൊക്കനെ വീട്ടിൽ കയറിയിട്ട് പെട്ടെന്ന് റിവൈവ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ടീമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ പിന്നിട്ട് ഒന്നും നോക്കണ്ട, കയറി അടിച്ചോ ബാക്കിൽ ഞാൻ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ ആ കാട്ടുവാഴയാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ ടീമേറ്റിനെ അടിച്ച് അവിടെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനെ ഞാൻ വിട്ടില്ല. അന്നേരം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ, വേറെ ലെവലാണ്. എനിക്കറിയാം കേസ് അവൻ ഓപ്പൺ വന്ന് പൊട്ടനെ പോലെ നിന്നടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് കേസ് നേരെ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് പവറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ടീമേറ്റിനെ അവിടെ റിവൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കില്ലും 40 അലവും 4.8 റേറ്റിംഗും 800 കോയിനും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സത്യത്തിൽ ഉണ്ടല്ലോ ഞാൻ ഇതല്ല പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്തുണ്ടല്ലോ ഒരു റിഡീം കോഡ് അത് പറയുമ്പോഴത്തേക്കും റിഡീം കോഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും തന്നെ എനിമി കയറേണ്ട കാര്യം എന്താ ആരുടെ ഇപ്പോൾ പുറകിൽ കൂടെ പോയത്? അതൊരു എനിമിയല്ലേടാ പോയത്, എൻ്റെ സെയിം സ്കിൽ ഇട്ടിട്ട് ആരുടെ അത് അവനെ കണ്ടുപിടിക്കണം കേസ്. ഓക്കെ, എന്നാലും അവൻ്റെ ആ ധൈര്യം കണ്ടില്ല കേസ്. ഞങ്ങൾ 2 ഗടാഗടിയന്മാർ 2 പേരോട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാലിനിടയിൽ കൂടെ അല്ലേ അവൻ ആ മാഞ്ഞിട്ട് പോയത്. അവനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്നാൽ കേസ് ഇതേപോലെ ഞാനും മാഞ്ഞിട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള എനിമീസ് ഇതേപോലെ ആയിരിക്കത്തില്ല വിചാരിക്കുക. അപ്പോൾ ഇത് അതെന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞുതരാം. അതായത് കേസ് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് പണ്ടത്തെ പോലെ ഉണ്ടല്ലോ ഞാൻ റിഡീം കൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു കോഡാണ്, അത് ഒളിപ്പിച്ച് എവിടെയെങ്കിലൊക്കെ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാണുന്ന പോലെ ഒരു നെറ്റിൽ എഴുതി ഒട്ടിക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിലങ്ങ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ. സോ ടഫാകണം, കിട്ടുന്ന ആൾക്കാർക്ക് അത്രയും സന്തോഷമാണ്, കഷ്ടപ്പെട്ട് കിട്ടി എന്നൊക്കെ ഒരു കാര്യം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നൈസായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ ഒളിപ്പിച്ച് വെക്കുന്ന കഴിവ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങളൊന്നുകൊണ്ടൊന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു കോട്ട് ലിസ്റ്റ് നിന്നിട്ട് ഞാൻ നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ഇവന്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കോയിനൊക്കെ ചാടി പോയിക്കുന്ന ആ ഒരു ഇവന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്നാൽ കേസ് ഞാൻ ഒന്നും നോക്കിയില്ല. എന്താണ് പോട്ടറെ പോലെ ചാടിക്കൊണ്ടിരിക്കുക, ഈ വഴി എനിമി വരുമോ, എനിമി ഒന്നും ഞാൻ അടിക്കുമോ, ഒന്നും നോക്കാൻ കഴിച്ച് ചാടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും അത്യാവശ്യം കോയിനും കാര്യങ്ങളൊക്കെ കൈ തന്നെയുണ്ട്. പക്ഷേ കേസ് അന്നിട്ട് എടുക്കുന്ന കാര്യം എന്താ അറിയാം, സ്കോഡ് കളിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കോയിനാണ്. കാര്യം എന്താണ്, ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവൈവ് ആക്കണ്ടേ. നമുക്കല്ലെങ്കിൽ പോയി നമ്മുടെ ടീമേറ്റ്സിനെങ്കിലും കുറച്ച് കോയിൻ പിടിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഉള്ള കോയിൻ വെച്ച് ഞാൻ ഒന്നും നോക്കുന്നില്ല. അന്ന് നേരെ AC-AT അടിച്ചിട്ടുണ്ടായിരുന്നു. P90 അടിക്കുന്നില്ല, കാര്യം എനിക്ക് P90 വേണ്ട കേട്ടോ. എനിക്കത് മാറ്റിയിട്ട് ഒരു M10 ഇല്ലേ മാഗ് SG ഗൺ യൂസ് ചെയ്യുന്നില്ലേ,
അത് വെച്ച് കളിക്കാൻ എനിക്കിപ്പോൾ താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ AC8 മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു P90 അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 2 കില്ലി മാച്ചിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമേ നമ്മുടെ ടീംമേറ്റ് നല്ല കിട്ടിലും പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ മേളിലേക്ക് നോക്കുന്ന സമയത്ത് ആ റിവേ പോയിന്റ് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മാഞ്ഞു പോകാനില്ല കേസ്, അവനാന്ന് തോന്നുന്നു നേരെ മുമ്പിൽ വന്നിട്ട് നൈസായിട്ട് കേസ് ഓടുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ തന്നെയാണ് കേസ് നമ്മുടെ കാലിനടയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയതല്ലേ, അവൻ ഇട്ട പവർ തന്നെ അവൻ എടുക്കണമെന്നിട്ട് ഞാൻ P90 വെച്ചാൽ ഷോർട്ട് റേഞ്ച് പോയി എവിടെ വന്ന വരെ നല്ല കിടിലം പോലെ അടിച്ച് അവനെ എങ്ങനെ നോക്കെടുത്ത് ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു മാച്ചിലെ 3ാമത്തെ കില്ലാണ് അവിടെ എടുത്തത്. അതെടുത്ത സമയത്ത് പേഴ്സണൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്താണ്, എൻ്റെ അതേ സ്കില്ല്, എൻ്റെ അതേ മൈനസ് സ്കില്ല് ഇൻവിസിബിൾ ആയിട്ട് എൻ്റെ കാലിനിടയിൽ കൂടെ പോയവൻ അവനെ എനിക്ക് അടിക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷമില്ല കേസ്, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എന്തായാലും അത് വേറെ ലെവലാണെന്ന് തോന്നിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് സ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ സെയിം ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് സ്കിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ ആൾക്കാർ എൻ്റെ മോനെ വേറെ ലെവൽ. ചില ആൾക്കാർ പണ്ട് മറ്റേ അലോക്കില്ലേ കേസ്, അത് യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ട് കേസ്. അതായത് അലോക്ക് തന്നെ അന്ന് മേടിച്ചിട്ടാണ് പിന്നെ ഇതുവരെ വേറൊരു ആക്റ്റീവ് സ്കില്ല് വാങ്ങിയിട്ടുമില്ല, യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേസ്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ ആദമില്ലേ കേസ്, നമ്മുടെ പ്രിമേസ് ആ ഫസ്റ്റ് കിട്ടുന്ന ക്യാരക്ടർ വിത്തൗട്ട് സ്കില്ലിൽ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. എൻ്റെ മോനെ അങ്ങനത്തെക്കുള്ള കിടിയൻ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടോ കേസ്? നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ കേസ്? നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഉണ്ടെങ്കിൽ എന്തായാലും കേസ് അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത്രയും കിടിലം പോലത്തെ ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയാണ് കേട്ടോ. എന്തായാലും ഒരു കില്ല് നൈസായിട്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് വലിയ കാര്യത്തിൽ ഓടിപ്പടിച്ച് നമ്മളുണ്ടല്ലോ ആ ഒരു എൽ ഷേപ്പിന് മണ്ടക്കി കയറിയതാ. നമ്മുടെ ടീമേറ്റ് ആ കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് വന്നത്രേ നമുക്ക് ലാഭമാണ്. മാഗ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബുള്ളറ്റ് 16 ഉള്ളൂ കേസ്. ഇത് അവസ്ഥയാണ് നോക്കിക്കേ. കുറച്ച് മാഗിൽ ബുള്ളറ്റ് മേടിക്കണല്ലോ. മറ്റേ കേസ് ഇപ്പം ഞാൻ കറണ്ടിലുണ്ടല്ലോ മറ്റേ ഗണ്ണടിക്കുന്ന ചുറ്റിക വെച്ചിട്ടുണ്ട്. ആ ചുറ്റിക്ക് അല്ലാതെ മറ്റേ സാധനമില്ല കേസ്, ആ ഒരു എന്താ നീല വെന്റിമേഷൻ്റെ സംഭവം കാർഡ് അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പെട്ടി മേടിച്ചിട്ടായിരുന്നു കേസ്. അതായത് 1000 ബുള്ളറ്റിൻ്റെ പെട്ടിയില്ലേ കേസ്, അത് തന്നെ. അത് മേടിച്ചിട്ട് കഴിയുവാണെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും നോക്കണ്ടല്ല. ബുള്ളറ്റ് തപ്പി നടക്കേണ്ട കാര്യമില്ല, ഓടേണ്ട കാര്യമില്ല, തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല, ഒന്നും ആവശ്യമില്ല. മേടിക്കുക, ഇടുക, സെറ്റായി കളിക്കുക. എന്താ സുഖം അല്ലേ? പോകുന്ന വഴിക്ക് ഒരു എനിമീനെ കണ്ടു. അവനെ നല്ല കിടിലം പോലത്തെ ഒരു 1 ടാപ്പ് ആയിരുന്നു AC8 വെച്ചിട്ട്. ഇത് കാണുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേസ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയും. കാര്യം എനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഒരു ഹെഡ് പോലും അടിക്കാതെ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിലൊക്കെ അതൊരു ചലഞ്ചായിട്ട് വരുവാണെങ്കിൽ ഞാനാണ് അതിൻ്റെ കിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അത് മാറ്റി പറയാൻ സമയമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 1 by 1 ആയിട്ട് നിങ്ങൾക്കും തോന്നും. സോ എന്തായാലും ആ ഒരു ഹെഡ് ഷോട്ട് ഇല്ലെങ്കിൽ ഒരു 1 ടാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതും AC8 ലക്കാന്നൊന്നും വിചാരിക്കേണ്ട കേസ്, കിടിലം പോലെ കളിച്ചതിനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എന്തായാലും ആ ഒരു വീടിനകത്തുള്ളവനെ നൈസായിട്ട് കേസ് കളിക്കാൻ നോക്കിയ സമയത്ത് നല്ല നെഞ്ചത്തേക്ക് നല്ല അടി കിട്ടി. അവനടിച്ച് ഒരു അടി പോലും വേസ്റ്റ് അല്ല, എല്ലാം ഞാൻ നെഞ്ചും കൂടി തടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു എന്താണ് സലൂണിൻ്റെ അകത്തേക്ക് എനിമി ഉണ്ടെന്നുള്ള കോൾ നമ്മുടെ ടീമേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെ തീയും പുകയിട്ടിട്ട് എന്തൊക്കെയാണ് വലിച്ചെറിയുന്നത്. എന്തായാലും അവന്മാർക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി പാടില്ല കേസ്. അതുകൊണ്ട് നൈസായിട്ട് കേസ് അവൻ ഒരുത്തരെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് കയറി പോകുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ ലോങ്ങിൽ നിന്ന് തന്നെ ആ ഗ്ലൂവാൾ അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ്സ് 2 പേരും ഓടിപ്പടച്ച് കയറിയിട്ടുണ്ടല്ലോ. അവന്മാരെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്കോഡിനെ അവന്മാർ സമാധിയാക്കി കേസ്. ആ ഒരു എന്താണ് ആ സലൂണിനകത്ത് നടന്നിട്ട് വേറെ ലെവലോട്ടെ എന്തായാലും കേസ് വിഷയമായിരുന്നു. ആ ഒരു സ്കോഡ് കളിക്കുന്ന സമയത്ത് കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി, കൂടുതലുള്ള ആൾക്കാർ കയറി ചെന്നും കളിച്ചോളും. സോ അത് കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് മൊത്തം 5 കില്ലും 30 അലയും 9.9 റേറ്റിംഗും ആയിട്ടുണ്ട്. നമുക്ക് 2200 കോയിൻ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഉള്ള കോയിൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഗണ്ണും കൂടെ പയ്യെ അടിക്കണം. ടൈം ഉണ്ടല്ലോ കേസ്, പയ്യെ എനിമി വരുന്ന സമയത്ത് ഗണ്ണടിക്കാൻ വിചാരിച്ചാൽ നിൽക്കുന്നത്. എനിക്ക് M10 കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ കേസ് കാര്യമില്ല കേസ്. ഓക്കെ എന്തായാലും മാഗ് ഉള്ള അല്ലേ, എന്തായാലും ആ മാഗ് എടുക്കാൻ വിചാരിച്ചു. തൊട്ടുമുമ്പേ നോക്കുന്ന സമയത്ത് ഒരുത്തം പറന്നിറങ്ങുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്നുമില്ലാതെ പറന്നിറങ്ങുന്നതല്ലേ, അവന് വെച്ച് ഡാമേജ് കൊടുക്കാൻ വിചാരിച്ച് ഞാൻ തന്നെ ഉണ്ടല്ലോ ആ മിനി ടോറട്ടില്ല നമ്മുടെ ആ ഒരു മെഷീൻ ഗണ്ണ്, ആ ഒരു എന്താണ് റോബോട്ട് ഗണ്ണ്, അത് നൈസ് അടിക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഓപ്പണിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുക്കാൻ വെച്ച് നോക്കിയതാ, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലോങ് നോക്കുന്ന സമയത്ത് ഒരു എനിമീനെ കണ്ടു. അവനെയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങ് മാർക്കാവുന്നില്ല. എൻ്റെ മോനെ ഈ സമയത്ത് ശരിക്കും കേസ് എൻ്റെ ലോറേനെ ഞാൻ ശരിക്കും അങ്ങ് മിസ് ചെയ്തു പോയി. ഓൾറെഡി വെച്ചിട്ടുണ്ട്, പക്ഷേ കേസ് പണ്ടത്തെ പവർ ലോറയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ. ഓടി വന്നിട്ട് ഇപ്പോഴത്തെ സൈഡ് നോക്കുന്ന സമയത്ത് അവിടെ എനിമി നിൽക്കുന്നുണ്ടായിരുന്നു. സോ അവിടെ എനിമി, ഇവിടെ എനിമി, എവിടെ തിരിഞ്ഞാലും എനിമി കേട്ടോ. എന്തായാലും അതുകൊണ്ട് തന്നെ കേസ് ഞാനൊന്നും നോക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ ടീമേറ്റ് ആ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക്, അതായത് പീക്കിൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയപ്പോണ്ട്. സോ അതുകൊണ്ട് ലോങ്ങിൽ നിന്ന് എവൻ വന്ന് ഒളിച്ച് നടിച്ചു കഴിഞ്ഞാലും അവൻ കയറി കളിച്ച് വിട്ടോളും. സോ തൊട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ബങ്കറില്ല കേസ്, അതിനകത്ത് ഒരു എനിമിയുണ്ട്. അവനെ അവിടെ കണ്ട പോലെ നമ്മുടെ ടീമേറ്റ് പറഞ്ഞായിരുന്നു. സോ പ്രീഫർ ചെയ്യുന്ന പോലെ ചുമ്മാ അങ്ങ് വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പുറത്ത് വരുന്ന സമയത്ത് ഡാമേജ് കിട്ടാൻ വേണ്ടി അവനെ ഗൈസ് നൈസായിട്ട് ഒരു 82 ഡാമേജ് കൊടുത്തു. കുഴപ്പമില്ല, ഉള്ള ഡാമേജിനോട് ഇരിക്കട്ടെ, അതല്ല കില്ല് എടുത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. തൊട്ട് മുമ്പ് നോക്കുന്നതിനും ഒരു എനിമി, ഒരു പെണ്ണുമ്പോൾ നൈസായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ടീമിനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മാഞ്ഞിട്ടൊന്നും നോക്കുന്നില്ല. മാഗും പിടിച്ച് എടേ ഐറസ് മോളെ നീയാ, അവളെ ഒറ്റ അടിയായിരുന്നു കേസ്. അവളുടെ കിളി പറ ഇവൻ എവിടുന്ന് വന്ന് ബലഭൂതമേ എന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും അവളെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും അവൾക്ക് M8 UMP കിടക്കുന്നു കേട്ടോ. എന്തായാലും ആ ഒരു M8 എടുത്തിട്ട് പണ്ടത്തെ B2K എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് കളിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ സ്നൈപ്പർ എടുത്തില്ല കേട്ടോ.
പിന്നെ കുറേ പേര് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബ്രോ സ്നൈപ്പർ ഇട്ട് കളിക്കട്ടെ, സ്നൈപ്പറൊക്കെ വേറെ ലെവലല്ലേ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ക്യാരക്ടർ സ്കില്ലിൻ്റെ കൂടെ സ്നൈപ്പറൊക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ വിഷയ സാധനമായിരിക്കും എന്ന് പറയുന്നില്ലേ. നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ട്, അതിന് ഒരൊറ്റത്തുള്ളൂ എനിക്ക് കളിക്കാൻ അറിയത്തില്ല, ഉള്ള കാര്യം പറയുന്നതിന് എന്താ, അതുകൊണ്ടാണ് കേസ് ഞാൻ അധികം സ്നൈപ്പർ എടുത്ത് കളിക്കുന്നത്. പക്ഷേ കേസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഇവിടെ കിടക്കുമായിരുന്നോ സാധനം കേസ്, ഇത്രയും നേരം ഞാൻ തപ്പി കിടന്ന എൻ്റെ സാധനം കേസ്, എൻ്റെ M10 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കളി വേറെ ലെവലാവാൻ വേണ്ടി പോകണം കേട്ടോ. ലോങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് താഴത്തെ ഒരു മരവിടില്ല കേസ്, അവിടുന്ന് ഒരു എനിമിയാണ് നൈസായിട്ട് കേസ് അടി ഇടി വെടി പുക മാത്രമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രീഫയർ ചെയ്ത് നോക്കി, അവൻ വന്ന് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ തൊട്ട് മേളിൽ നോക്കുന്ന സമയത്ത് വേറൊരു എനിമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കേസ് പുരിഞ്ഞു നിന്ന് ഒരുത്തനെയാണോ നോക്കായി കിടന്ന് ഒരുത്തനെയാണോ നടത്തില്ല, അടിച്ചാൽ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കില്ലും കൂടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് ഓൾറെഡി ഡൗൺ ആയി കിടക്കുന്നവനാണോ അതോ ഓൾറെഡി ഇരുന്ന് വെടിവെക്കുന്നവനാണോ കിടന്ന് വെടിവെക്കുന്നവനാണോ എന്ന് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാലും ടീമേറ്റ് അവിടെ വീണ്ടുണ്ട്, ആറാണ് നമ്മുടെ ടീമേറ്റിനെ അടിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ കേസ് ജീവനും കൊണ്ട് നേരെ കേസ് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പടച്ച് പോകുന്ന സമയത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ള മോട്ടീവായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല കേസ് കുറച്ച് ദിവസം ഗ്യാപ്പ് എടുക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണെന്ന് പറയാം. എന്താണ്, നിങ്ങൾ മാക്സിമം ലൈക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ എനിക്കും വീഡിയോ ഇടാൻ കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കി വരും. സോ അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ടാർജറ്റ് പറയാം കേസ്, അതായത് ഒരു ലൈക്ക് ടാർജറ്റ് പറയാം. അത് നിങ്ങൾ എത്തിക്കുവാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് നമ്മൾ വീഡിയോ സെറ്റായിട്ട് പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് ഓക്കെ ഞാൻ ഒന്നും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് 1K ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് തരുവാണെങ്കിൽ എന്ന് 1K ലൈക്ക് ആവുന്നോ അന്ന് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് പറയുന്നു കേസ്, അത് സെറ്റ് പരിപാടിയല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ കുറച്ച് രസം ഉണ്ടായിരിക്കത്തുള്ളൂ. എനിക്കും ഒരു ചലഞ്ച് നിങ്ങൾക്കൊരു ചലഞ്ച് ആകത്തുള്ളൂ കേട്ടോ. എന്തായാലും സോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് 1K ലൈക്ക് ഈ വീഡിയോയ്ക്ക് ആവുകയാണെങ്കിൽ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല, മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാത്രമല്ല ഹൈപ്പിൻ്റെ ഓപ്ഷൻ കൂടെ നമ്മുടെ ചാനലിനകത്ത് വന്നിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ എവിടെ നിന്നും സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഹൈപ്പോടെ ചെയ്ത് സെറ്റാക്കാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിഡീം കോഡ് കിട്ടുന്നതായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അത് തന്നെ, അപ്പോൾ റിഡീം കോഡിന് വേണ്ടി കിട്ടിയ ആൾക്കാർ എന്തായാലും കമൻറ്റ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് റിഡീം കോഡ് കിട്ടിയ ആളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ആണെങ്കിൽ നൈസായിട്ട് കേസ് 2 അടിയും കൊണ്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ പറന്നു പോയിട്ട് M10 വെച്ചിട്ട് അവനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനെ വേറെ ഏതൊരു കാട്ടുവാഴ താഴെ നടിച്ച് കൊന്നു കഴിച്ചു. എൻ്റെ അമ്മോ, അവനാണ് ഏതാ ഓട്ട് ഓടിപ്പോയി കേട്ടോ. അവർ 88 ഡാമേജ് കൊടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല കേസ്, 7 കില്ല് നമുക്ക് ഓൾറെഡി ഉണ്ട്, 18 ഒരു സ്റ്റില്ല ലൈവ്, 12.7 റേറ്റിംഗും 300 കോയിന് കയ്യിലിരിപ്പുണ്ട് കേട്ടോ. മുമ്പോട്ട് വരുന്ന സമയത്ത് ഒരു എനിമിയാണ് കേസ് നൈസായിട്ടുണ്ടല്ലോ റിവേ പോയിന്റിലേക്ക് ഓടിപ്പോവായിരുന്നു. ഒരടിയും കൂടെ കൊണ്ടിരുന്നതിൽ അവനോട് സമാധി ആയനായിരുന്നു. തൊട്ട് താഴെ നോക്കുന്ന സമയത്ത് ഒരുത്താണെങ്കിൽ പറന്നിറങ്ങി നമ്മളുണ്ടല്ലോ എന്താണ് ആ പാരച്യൂട്ട് വണ്ണിയിട്ടുണ്ട്. അതായത് കേസ് ആ പാരച്യൂട്ടിൽ ഇറങ്ങി അവിടെ നമ്മളെ കംപ്ലീറ്റ് ആയി കേട്ടോ. പിന്നെ കേസ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പീക്കി നടിച്ച് ഉറക്കി വിട്ടൊരു പെണ്ണുമ്പിളില്ല കേസ്, ആ ഒരു ഐറസ് അവളാണെങ്കിൽ നൈസായിട്ട് പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവളവിടെ നിൽക്കട്ടെ, അവളെ കയറി അടിക്കാം എന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് കേസ് ഓടി വന്ന് നോക്കത്തേക്കും എവിടെ അവളിവിടെ ഇല്ലേ, ഡേയ് എൻ്റെ മുമ്പിൽ കൂടെ അല്ലേ ഓടിപ്പോയെ. എന്നാലും കേസ് നേരെ ഇറങ്ങിയിട്ട് M10 വെച്ച് ഒറ്റ അടിയായിരുന്നു, തുരത്തി പിടിച്ചടിക്കാന്നൊക്കെ കിട്ടില്ലേ. സോ അതേപോലെ കേസ് രണ്ടാമത്തെ വട്ടം ആ ഒരു ഐറിസ് പെടുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ചെത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്ക് നമുക്ക് 9 കില്ല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി റിവൈവ് ചെയ്യാൻ വേണ്ടി പോയ ആൾക്കാരില്ലേ, അവന്മാർ മണ്ടക്കിൽ നിന്ന് കയറി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ അത്രയും ഓപ്പൺ പ്ലേസിലാണ് നിൽക്കുന്നത് കേട്ടോ. അന്നാലും കുഴപ്പമില്ല, വരുന്നവന്മാർ അടിക്കാന്നൊക്കെ വിചാരിച്ച് AC-AT M10 പിടിച്ചിട്ട് സെറ്റായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോൺ പ്രൊഡിഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി അവന്മാരെ മണ്ടക്കിന്ന് വരൽ തന്നെയാണ് ചാൻസ് വളരെ കൂടുതൽ കേട്ടോ. നോക്കുന്ന സമയത്ത് ഒരു എനിമിയാണ് നൈസായിട്ട് കേസ് മാഞ്ഞു പോകുന്നുണ്ട്. അവരുടെ ടീമേറ്റും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ടീമേറ്റ് വെച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് നൈസായിട്ട് കേസ് കംപ്ലീറ്റ് ആക്കണോ വേണ്ടിയോ നോക്കി നിൽക്കുന്നുണ്ട്. കാര്യം സോൺ നമുക്ക് അത്ര അനുകൂലമല്ല കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് പാടുവിട്ട് കിടക്കാണ്. പിന്നെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡിൽ നല്ല ടീമേറ്റിന് അടിയും കിട്ടി, എനിക്ക് നല്ല കുണ്ടിക്ക് നല്ല കീടിലം പോലെ അടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കിട്ടിയ അടി നൈസ് അടി കേസ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെറ്റായി നമ്മുടെ ടീമേറ്റിന് ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയം കേസ് ചുറ്റിനും ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് ഉള്ള ടൈം ഞാൻ ഓൾറെഡി കളഞ്ഞു. കാര്യം മേളിൽ എന്തായാലും ഉണ്ടല്ലോ എനിമിയില്ലേ, അവന്മാർ ഇങ്ങോട്ട് കയറുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ മറ്റേ ആ ഒരു മെഷീൻ ഗണ്ണില്ലേ കേസ്, അത് തന്നെ ആ റോബോട്ട് ഗണ്ണ് അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ഒരു 42 ഡാമേജും കിട്ടിയാൽ പുളിക്കത്തൊന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് കേട്ടോ ടോപ്പ് 10 ആയിട്ടുണ്ട്. നമുക്ക് ഗണ്ണൊക്കെ അവേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്തത് നമ്മുടെ M10 ഇല്ലേ ഗേസ്, അത് നമ്മൾ അവേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടില് മേളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എനിമീനെ നൈസ് അടി കേസ് മേളിലൂടെ പറന്നൊക്കെ വരുന്നത് കണ്ടു. എൻ്റെ അതിസാഹസികമായ ഒരു മൂവ് ആയിരുന്നു കേസ് ആ ഒരു ഗ്രാനേഡ് എടുത്ത് ഏറിയല്. അത് വളരെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവ് തന്നെയായിരുന്നു. എനിക്കറിയാം കേസ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം കേസ്, തന്തൊക്കെ വിളിക്കരുത്. എന്തായാലും അബദ്ധം പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ടീമേറ്റ് ഒരാളവിടെ ഡൗണും ആയിട്ടുണ്ടായിരുന്നു. ഞാനും നമ്മുടെ പീനട്ടും മാത്രം അലയും ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ള ഗണ്ണ് വെച്ചിട്ട് നൈസായിട്ട് കേസ് എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുന്നതിന്റെ കാര്യം ഉണ്ടല്ലോ, അവൻ്റെ ഉണ്ടല്ലോ ആ ഒരു ഡേഞ്ചർ മേടിച്ച് നൈസായിട്ട് കേസ് ചെറിയ സോണിലേക്ക് ഇട്ട് അവൻ തന്നെ കേസ് അത്യാവശ്യം കില്ലും അത് നല്ല കിടിലം പോലത്തെ ഡാമേജ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ അത്യാവശ്യം എടുക്കട്ടെ വിചാരിച്ച് ഞാനൊന്ന് ഹോൾഡ് ആക്കി 9 കില്ലും 7 ലൈവും ഒന്നും നോക്കുന്നില്ല. സോണിലേക്ക് നേരെ പോയി കയറുന്ന പറഞ്ഞിട്ട് അടുത്ത സോൺ നമ്മൾ മൂഞ്ചാൻ വേണ്ടി പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഒന്നും നോക്കാതെ കേസ് ഓടിപ്പോയിട്ടുണ്ടല്ലോ ആ ഒരു സോണിനകത്തേക്ക് കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സമയത്ത് എന്തായാലും നോക്കുന്നുണ്ട് മുമ്പിൽ അധികം എനിമി ഉണ്ടോ എന്നൊക്കെ. എന്തായാലും കറക്റ്റ് നോക്കി പോകണം എന്നൊക്കെ പറഞ്ഞ് നേരെ തിരിഞ്ഞപ്പോഴത്തേക്കും ഒരു എനിമി മുമ്പിൽ. എൻ്റെ മോനെ
ഇവരൊക്കെ ഏതാ സത്യം പറയാൻ കേസ് ഞാനും ഇവിടെ ഫ്രഞ്ച് കിസ് അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കേസ് പീനട്ട് അവനെ അടിച്ചുറക്കി എന്നെ ഇവിടെ കിട്ടിലും പോലെ റിവൈവ് ചെയ്യൂടെ നീ ചെയ്തു കേട്ടോ. എന്തായാലും കേസ് എന്നെയും കൂടെ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും സോണിക്കാരെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഗ്ലൂ ആളും ഇല്ല. എന്തായാലും കേസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ സ്കില്ലിനെ പറ്റി ആലോചിച്ച് എനിക്ക് വായുന്ന സ്കില്ലാണ്. എന്തായാലും കേസ് നേരെ വാങ്ങിയിട്ട് ഞാൻ പ്രോപ്പർ ഒരു കവർ എടുത്ത് സോണിനകത്തേക്ക് കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എനിമീസ് ഒക്കെ എവിടെയൊന്നും ഒരു പിടിയില്ല കേട്ടോ. നിങ്ങളെൻ്റെ POV കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടുന്നൊക്കെ അടി വരുന്ന, ഞാൻ എനിമിനെ കാണുന്നുണ്ടോ ഇല്ലയോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ പീനട്ടിനെ എവിടുന്നും അടിച്ചിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ കറക്റ്റ് പറഞ്ഞില്ല എവിടെയാണ് പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈദവേ നോക്കുന്ന സമയത്ത് മാഞ്ഞിട്ടാണെങ്കിൽ ഒരുത്തരാണെങ്കിൽ വേറെ ആളെ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കിടുമ്പോഴത്തെ ഒരു ഫൈറ്റ് കേട്ടോ. AC നൈസറി കേസ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എനിമീസ് ഒക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നോക്കുന്ന സമയത്ത് ഒരുത്തൻ നോക്കായിരുന്നു, അവനെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കില്ലെടുത്ത് 10 കില്ല് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ നോക്കുന്ന സമയത്ത് എന്താണ് പറന്നൊക്കെ ആൾക്കാർ വരുന്നോ എൻ്റെ പൊന്നു കേസ്. നോക്കുന്ന സമയത്ത് എവിടുന്ന് അടി വന്നതെന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ പാലത്തിന് മണ്ടയ്ക്ക് നമ്മൾ റിമോട്ട് കളിക്കുന്നുണ്ട്.